Hello everyone. നമ്മുടെ LSS 2025 എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് GK ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ 2025 പത്മ അവാർഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ January 26 റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആകെ മൊത്തം 139 പത്മ അവാർഡ്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ GK മക്കൾക്ക് കറന്റ് അഫയേഴ്സിൽ ഈ ഒരു ടോപ്പിക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളതെന്നായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ പത്മ അവാർഡ്സിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ളതാണ് പത്മവിഭൂഷൺ, രണ്ടാമതായിട്ട് വരുന്നതാണ് പത്മഭൂഷൺ, ലാസ്റ്റ് ആണ് പത്മശ്രീ. അപ്പൊ മിസ് പറഞ്ഞു ആകെ മൊത്തം 139 പത്മ അവാർഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 7 എണ്ണാണ് പത്മവിഭൂഷൺ. അതിന്റെ ലിസ്റ്റ് ആണ് ഇതേ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അതില് നമ്മുടെ ശ്രീ MT വാസുദേവൻ നായർക്ക് സാഹിത്യത്തിലാണ് ഈ ഒരു പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന് മരണശേഷമാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് മക്കൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ പത്മഭൂഷൺ അവാർഡ്. അപ്പൊ ആകെ മൊത്തം 19 പേർക്കാണ് പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരുടെ ലിസ്റ്റ് ഇതേ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ കേരളത്തിലെ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, അത് ഏത് ഫീൽഡിലാണെന്നുള്ള കാര്യം കൂടി മക്കളെ നോട്ട് ചെയ്യണം. അവരുടെ പേരും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊരു സെപ്പറേറ്റ് ഒരു ബുക്കിലോട്ട് മാറ്റി എഴുതാം. അത് നിങ്ങൾക്ക് GK കറന്റ് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അവസാനം 113 പേർക്കാണ് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരുടെ പേരുകൾ 113 എണ്ണം പഠിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പത്മഭൂഷന്റെ കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം. അതിൽ പത്മവിഭൂഷണില് നമ്മുടെ ശ്രീ MT വാസുദേവൻ നായരെന്ന് ഓർക്കുക. അതുകൂടാതെ തന്നെ നെക്സ്റ്റ് പത്മഭൂഷൺ അവാർഡിൽ കേരളത്തിൽ നിന്ന് ആർക്കൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ്, അവരുടെ പേരും കൂടി എന്ത് ചെയ്യണം മക്കൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ GK ഈ ഒരു ടോപ്പിക് മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. കാരണം 2025 എക്സാമിന് ഈ ഒരു വർഷം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു അവാർഡാണ്. അതുകൊണ്ട് ഇതിന് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു യൂസ്ഫുൾ ആയിട്ട് വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. LSS എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.